നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ബൈപ്പാസ് റോഡ്, നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തം കെട്ടിടം, ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടാൻ നഗരസഭയിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. നഗരസഭയിലെ പൊതുസ്ഥലങ്ങളും ഓടകളും ശുചീകരിച്ച് വരാനിരിക്കുന്ന മഴക്കാലത്തെ സുരക്ഷിതമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമാക്കിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹീനമായ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ CPIM നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തകർന്ന വീട് പുനർനിർമ്മിച്ചു നൽകി. വഴിക്കടവ് മൊടപ്പൊയ്കയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുള്ള ജനകീയ കൂട്ടായ്മയാണ് തകർന്ന വീട് പുനർനിർമ്മിച്ചു നൽകിയത്. നിലവിലെ പാഠ്യപദ്ധതി പരിഷ്കരിച്ച് പാഠപുസ്തക രചന നടത്തണമെന്ന് കേരള സ്കൂൾസ് ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ബൈപ്പാസ് റോഡ്, നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തം കെട്ടിടം, ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗം എന്നിവ യാഥാർത്ഥ്യമാക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുള്ള നിലമ്പൂർ നഗരസഭാ പര്യടനത്തിന് തുടക്കമിട്ട് കോവിലകത്ത് മുറിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ സോളാർ വേലി അടക്കമുള്ളവ നടപ്പാക്കും. 15 വർഷം മുൻപിൽ കണ്ടുള്ള നിലമ്പൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള വികാസ് വിഷൻ 2040 എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അഭ്യർത്ഥിച്ചു. ചരിത്ര ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച വോട്ടർമാർക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പും നൽകി. നഗരസഭാ ചെയർപേഴ്സൺ പത്നി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി VA കരീം, DCC ജനറൽ സെക്രട്ടറി A ഗോപിനാഥ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, മുനിസിപ്പൽ വൈസ് ചെയർമാൻ കൂമഞ്ചേരി നാണിക്കുട്ടി, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, പൂളക്കൽ അബ്ദുട്ടി, MK ബാലകൃഷ്ണൻ, ഗിരീഷ് മോളൂർ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടാൻ നഗരസഭയിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. നഗരസഭയിലെ പൊതുസ്ഥലങ്ങളും ഓടകളും ശുചീകരിച്ച് വരാനിരിക്കുന്ന മഴക്കാലത്തെ സുരക്ഷിതമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ടൗണിലെ പ്രധാന ഓടകളിലെ മണ്ണും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും നീക്കം ചെയ്ത് വെള്ളപ്പൊക്ക സാധ്യത ഒഴിവാക്കുന്നതിനും ഉറവിട നശീകരണത്തിലൂടെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ പടരാതിരിക്കുവാനും കൊതുക് വരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുവാനും പൊതുസ്ഥലങ്ങളിൽ തള്ളിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റും. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് തടയുവാൻ നഗരസഭ എൻഫോഴ്സ്മെന്റ് നടപടി ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കരിമ്പുഴ പാലം മുതൽ മൈലാടി ജംഗ്ഷൻ വരെയും, മൈലാടി റോഡ് ചന്തക്കുന്ന് ജംഗ്ഷൻ വരെയും, വടപ്പുറം മുതൽ ജ്യോതിപ്പടി വരെയും, റെയിൽവേ സ്റ്റേഷൻ മുതൽ മുക്കട്ട മഹാരാജാസ് ഓഡിറ്റോറിയം വരെയും, ഓഡിറ്റോറിയം മുതൽ താഴെ ചന്തക്കുന്ന് ജംഗ്ഷൻ വരെയും ഹരിതകർമ്മസേന, സാനിറ്റേഷൻ ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ സന്നദ്ധ സേവകർ, ERF അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ, വ്യാപാരി സംഘടനാ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന 6 ടീമുകളായിട്ടാണ് മാസ് ക്ലീനിംഗ് നടക്കുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിപാടിക്ക് നേതൃത്വം നൽകി. മഴയെത്തും മുൻപേ മാസ് ക്ലീനിംഗ് ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ പത്നി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ മേരീസ് ഷിബു, മുസ്തഫ കളത്തുംപടിക്കൽ, സ്മിത മോൾ, വ്യാപാരി പ്രസിഡന്റ് U നരേന്ദ്രൻ, ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലി, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം KP, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 1 വിനോദ് K, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രേഷ്മ, സൂസൻ P പോൾ, YP ഫാബി നുജൂം, റവന്യൂ ഇൻസ്പെക്ടർ ജോസ്, കൌൺസിലർമാരായ അഡ്വക്കത്ത് ഇസ്ഹാഖ്, PT കുഞ്ഞു മുഹമ്മദ്, ഷഫീഖ് മണലോടി, ഫ്രാൻസിസ്, ജഷീല മൊയ്ക്കൽ, ശാലിനി, റുബീന PV, പ്രഭ, സൈഫു ഇനാന്തി, ഷിബു പാടിക്കുന്ന് എന്നിവർ പങ്കെടുത്തു. വടപുറം പാലം മുതൽ കരിമ്പുഴ പാലം വരെയും, മൈലാടി പാലം മുതൽ മെയിൻ റോഡ് വരെയും, റെയിൽവേ സ്റ്റേഷൻ മുതൽ താഴെ ചന്തക്കുന്ന് ജംഗ്ഷൻ വരെയുമുള്ള ഏകദേശം 10 കിലോമീറ്ററോളം
ദൂരത്തെ അജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായും ശേഖരിച്ച് MCF-ലേക്ക് നീക്കം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മാലിന്യ നീക്ക തീവ്രയജ്ഞ പരിപാടി വരും ദിവസങ്ങളിലും തുടരുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമാക്കിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹീനമായ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ CPIM നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അധികാരത്തിന്റെ ഹുങ്കിൽ പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ കേരളത്തിൽ അധികാരത്തിൽ തുടരാമെന്നാണ് കോൺഗ്രസും ആ കോൺഗ്രസ് സഹായിക്കുന്ന RSSും വിചാരിക്കുന്നെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരും. ഞങ്ങൾ ഏറെക്കാലം അധികാരത്തിലിരുന്നവരല്ല. ഈ കേരളത്തിൽ ഒരുപാട് കാലം പ്രതിപക്ഷത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഭരണത്തിന്റെ നയങ്ങളെ എതിർത്തവരാണ്. ആ പാർട്ടിയെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്നുകൊണ്ട് നേതാക്കളെ തേജോവധം ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി മോഡിയുടെ താല്പര്യം ഈ കേരളത്തിൽ നടപ്പിലാക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനും അതിന് പിന്തുണമാറുന്ന RSSും തീരുമാനിക്കുന്നതെങ്കിൽ ഈ കേരളത്തിന്റെ സമരഭൂമിയെ കത്തിജ്വലിപ്പിക്കാൻ ഈ കേരളത്തിലെ പ്രസ്ഥാനത്തിന് ശക്തിയുണ്ട് എന്ന് ഈ നാളെ കേരളം അറിയാൻ പോവുകയാണ്. നിലമ്പൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ഏരിയ സെക്രട്ടറി K മോഹനൻ, K റഹീം, VK അനന്തകൃഷ്ണൻ, PT അരുമ ജയകൃഷ്ണൻ, P ബാലകൃഷ്ണൻ, C സഹിൽ, T ഹരിദാസൻ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. തകർന്ന വീട് പുനർനിർമ്മിച്ചു നൽകി. വഴിക്കടവ് മുഴപ്പൊയ്കയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുള്ള ജനകീയ കൂട്ടായ്മയാണ് തകർന്ന വീട് പുനർനിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 3ാമത്തെ വീടാണ് പുനർനിർമ്മിച്ച് വാസയോഗ്യമാക്കി നൽകിയത്. തനിച്ച് താമസിക്കുന്ന പടിഞ്ഞാറേക്കളത്തിൽ മാധവിയമ്മയുടെ വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നതിനാൽ അപകട ഭീഷണിയിലാണ് അവർ ജീവിച്ചിരുന്നത്. വാർഡിലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ ആ വീടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് അത് വാസയോഗ്യമാക്കി നൽകി. വാർഡ് മെമ്പർ ബിനു പോൾ നേതൃത്വം നൽകി. നിലവിലെ പാഠ്യപദ്ധതി പരിഷ്കരിച്ച് പാഠപുസ്തക രചന നടത്തണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ആവശ്യപ്പെട്ടു. 2 ദിവസമായി നാടുകാണി ആനമറി മൗണ്ടൻ പാസ് റെസിഡൻസിയിൽ വെച്ച് നടന്ന 2 ദിവസ ക്യാമ്പ് സമാപിച്ചു. 2011 അവസാനമായി ശാസ്ത്രീയമായി കരിക്കുലം പരിഷ്കരിച്ചത്. കഴിഞ്ഞ വർഷ സർക്കാർ പുസ്തകരചന പോലും പാർട്ടിവൽക്കരിച്ചു. കഴിഞ്ഞ സർക്കാരാണ് അധ്യാപകരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്. അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് അധ്യാപകരുടെ കണ്ണിൽ പൊടിയിടുവാനായി ചിലത് പ്രഖ്യാപിച്ച് നടപ്പാക്കാതെ അടുത്ത സർക്കാരിന്റെ തലയിൽ വെച്ചുകെട്ടുകയാണ് ഉണ്ടായത്. ഈ വർഷത്തെ പുസ്തക അച്ചടി പോലും പൂർത്തിയാക്കാതെ അടുത്ത സർക്കാരിന് ബാധ്യതയുണ്ടാക്കുകയാണ് ചെയ്തതെന്നും ക്യാമ്പ് കുറ്റപ്പെടുത്തി. ക്യാമ്പ് സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കോട്ട വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. 17 ഉപജില്ലകളിൽ നിന്നായി 100 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രൊഫഷണൽ എക്സലൻസി എന്ന വിഷയത്തിൽ മോട്ടിവേഷണൽ ട്രെയിനർ അഷ്കർ മുദവലൂർ ക്ലാസ് നയിച്ചു. അധ്യാപകർക്കായി പ്രകൃതി പഠന ക്ലാസ്, ട്രക്കിംഗ്, യോഗ എന്നിവയും പുതിയ വിദ്യാഭ്യാസ രീതികൾ എന്നിവയിലും ക്ലാസ് നടന്നു. വിദ്യാഭ്യാസ രംഗത്തെ തെറ്റായ നയങ്ങൾ, ഉത്തരവുകൾ എന്നിവയിലും ചർച്ച നടന്നു. സംസ്ഥാന ഭാരവാഹികളായ കല്ലൂർ മുഹമ്മദ് അലി, സിദ്ദിഖ് പറക്കോട്, മജീദ് കാടേങ്ങൽ, PKM ഷഹീദ്, NP മുഹമ്മദ് അലി, നാസർ തേളത്ത്, PV ഹുസൈൻ, NK ഷാഹിന, MP ഷരീഫ, K അബ്ദുൽ മനാഫ്, നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കുഞ്ഞു മച്ചിങ്ങൽ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്ര, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലത്തീഫ് മണിമൂളി, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, വഴിക്കടവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഉസ്മാൻ കാരക്കോട്, TU ജില്ലാ ജനറൽ സെക്രട്ടറി സഫ്തർ അലി
വാളൻ, ട്രഷറർ AM ഷംസുദ്ദീൻ, KSTU ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി AK നാസർ, സീനിയർ വൈസ് പ്രസിഡന്റ് KP ജലീൽ, അസോസിയേറ്റ് സെക്രട്ടറി ജലീൽ വൈരംകോട്, KT ഷിഹാബ്, M സലീം, C മുനീർ, KT അലവിക്കുട്ടി, V നാസർ, K അർഷദ്, TPA റഷീദ്, സാദിഖ് അലി ചീക്കോട്, CH ഇബ്രാഹിം, സാജിദ് കുറ്റിപ്പുറം, TP സുബൈർ, നസീറ കിഴിശ്ശേരി, K നദീറ, ജസ്മൽ പുതിയറ, P മുഹമ്മദ് ഷമീം, KK ജാഫർ, MA റസാഖ്, KM ഹനീഫ, ബഷീർ തൊട്ടിയൻ, P അബൂബക്കർ, K ഫെബിൻ, KP ഫൈനൽ, AV ഇസ്ഹാഖ്, PK സൈദലവി, P സുബൈർ, ജാഫർ വെള്ളേക്കാട്ട്, ഖാലിദ് അൻസാരി, അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് ഷരീഫ്, മുഹമ്മദ് കല്ലിങ്ങൽ എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. സമസ്ത സെന്റിനറി സമ്മേളനത്തിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് എടക്കര സോൺ നടത്തുന്ന പ്രമേയ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. എടക്കര ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് എടക്കര സോൺ പ്രസിഡന്റ് KK വീരാൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. VN പാപ്പുട്ടി ദാരിമി പ്രാർത്ഥന നിർവഹിച്ചു. CN ജാഫർ സ്വാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. VS ഫൈസി വഴിക്കടവ്, അലവിക്കുട്ടി ഫൈസി എടക്കര, PH അബ്ദുറഹ്മാൻ ദാരിമി, ഹംസ ഫൈസി, സയ്യിദ് ഷിഹാബുദ്ദീൻ എന്നീ തങ്ങൾ, VT മുഹമ്മദ് അലി സഖാഫി വഴിക്കടവ്, TS മുഹമ്മദ് ഷരീഫ് സാദി, ഡോക്ടർ M അബ്ദുറഹ്മാൻ, മുസ്തഫ സഖാഫി ചുങ്കത്തറ, സൈദലവി ഹിഷാമി, PH യൂസുഫ് അലി സഖാഫി മൂത്തേടം, സുഹൈൽ സഖാഫി പള്ളിപ്പടി എന്നിവർ സംസാരിച്ചു. KK ഇബ്രാഹിം സഖാഫി, TA റഷീദ് മുസ്ലിയാർ മുണ്ടേരി, മമ്മു ഹാജി വെള്ളിമുറ്റം, സൈനുദ്ദീൻ മുസ്ലിയാർ എടക്കര, PH ഉസ്മാൻ സഖാഫി, അബ്ദുൽ വഹാബ് അൽ ഹസനി, അബൂബക്കർ സഖാഫി P പാറ, T സിദ്ദിഖ് സഖാഫി, ഉബൈദുള്ള സഖാഫി എന്നിവർ സംബന്ധിച്ചു. സഹായി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ പാലിയേറ്റീവിന് കൈമാറി. നോട്ട്ബുക്കുകൾ, സ്കൂൾ ബാഗുകൾ തുടങ്ങിയ പഠന സാമഗ്രികളാണ് ചടങ്ങിൽ കൈമാറിയത്. തുടർച്ചയായ 5ാം വർഷമായാണ് ഈ സന്നദ്ധ സേവന പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. തുടർച്ചയായ 5ാം വർഷമാണ് ഈ സന്നദ്ധ സേവന പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന വേളയിൽ പുതിയ ബാഗും പഠനോപകരണങ്ങളുമായി കുട്ടികൾ സന്തോഷത്തോടെ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ വിവിധ കാരണങ്ങളാൽ പ്രയാസങ്ങൾ നേരിടുന്ന കുടുംബങ്ങളിലെ കുട്ടികളും അതേ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും പഠനത്തിലേക്ക് കടന്നു ചേരണമെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സഹായി ഭാരവാഹികൾ അറിയിച്ചു. അർഹരായ കുട്ടികളെ കണ്ടെത്തി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് ഭാരവാഹികളുടെ സഹകരണത്തോടെയാണ് നടന്നത്. ചടങ്ങ് പാലിയേറ്റീവ് ചെയർമാൻ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സഹായി യുവജന സംഘം പ്രസിഡന്റ് സക്കീം ഉലുവാൻ അധ്യക്ഷത വഹിച്ചു. റഹീം ചോലയിൽ, ആസിദ്, ഷാജഹാൻ പായമ്പാടം, വിപിൻ പള്ളിയാലി, റഹ്മത്ത് ശ്രാമ്പിക്കൽ, ഉമ്മർ രാമൻകുത്ത്, ഇബ്രാഹിം പൂളക്കൽ, മാവേലി ഹംസ, ശ്രീധർ വല്ലപ്പുഴ, വടക്കുംപാടം ഖാലിദ്, ലത്തീഫ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ സമഗ്രമായ ഭൗതിക വളർച്ച ലക്ഷ്യമാക്കി പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ബ്രെയിനി ലേണിംഗ് ഹബ് മെയ് 25 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. നിലമ്പൂർ കീർത്തിപ്പടി മണലോടിയിലുള്ള വ്യാപാര ഭവന് സമീപമാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഫ്രം ബേസിക്സ് ടു ബ്രില്യൻസ് എന്നതാണ് ഈ പഠന കേന്ദ്രത്തിന്റെ മുഖ്യ മുദ്രാവാക്യം. ഗാമ അബാക്കസ് CEO ഡോക്ടർ K നകുലനാഥൻ, എജുസോൺ ട്യൂഷൻ സെന്റർ പ്രിൻസിപ്പൽ വിനോദ് സർ, ഗാമ അബാക്കസ് പ്രതിനിധി ടോമി സർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കുട്ടികൾക്കായി വിപുലമായ കോഴ്സുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കിൻഡർ ഗാർഡൻ, പ്ലേവേ രീതിയിലുള്ള പഠനം, ആകർഷകമായ റൈംസുകൾ, അടിസ്ഥാന വിവരങ്ങൾ പകർന്നു നൽകുന്ന ഫൺ ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റികൾ, ട്യൂഷൻ ക്ലാസുകൾ, എല്ലാ വിഷയങ്ങൾക്കും മികച്ച പരിശീലനം, ഓരോ കുട്ടിക്കും പ്രത്യേക ശ്രദ്ധ, ഹോംവർക്കുകൾ ചെയ്യുന്നതിനായി പ്രത്യേക പിന്തുണ. ഗാമ അബാക്കസ് കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും മാനസികമായി കണക്കുകൾ കൂട്ടാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സവിശേഷ പരിശീലനം, പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത അത്യാധുനിക ക്ലാസ് റൂമുകൾ, നിലവിൽ പുതിയ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി 8593936456 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.